എല്ലാവർക്കും ചാരമടുക്കളയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു മീൻ വറുത്തതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എല്ലാവരും ചെയ്യുന്നത് പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ് ഇതിന്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വേഗം പോയി ട്രൈ ചെയ്യുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക, മറക്കാതെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് മീൻ വറുക്കുന്നതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് കഷ്ണമീനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കഷ്ണമീൻ വേണമെങ്കിലോ അല്ലെങ്കിൽ ചെറുമീനുകളാണെങ്കിലും ഒന്നും കുഴപ്പമില്ല, എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം, കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും മാത്രം. അപ്പോൾ ഞാനിപ്പോൾ ഈ മീനാണ് എടുത്ത് വെച്ചിരുന്നത്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1/2 കിലോ മീനാണിത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ അരച്ച് ചേർക്കണം. അതിന് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ അരയ്ക്കണം എന്ന് പറഞ്ഞല്ലോ. അരയ്ക്കേണ്ട സാധനങ്ങളാണ് ഞാൻ കാണിച്ചിരുന്നത്. ഒരു 3 അല്ലി ചെറിയുള്ളിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇതെല്ലാം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പെരുംജീരകമാണ്. ഞാൻ 1 ടീസ്പൂൺ പെരുംജീരകമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ കാന്താരി ഉള്ളവരെടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ പിന്നെ മുളക് പൊടി എടുക്കുന്നുണ്ട്. ആ സമയത്ത് കുറച്ചും കൂടി കൂടുതലും മുളക് പൊടി എടുത്താൽ മതിയാകും. അപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇഷ്ടമാതിരി കാന്താരി മുളക് കിട്ടാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാന്താരി മുളക് എപ്പോഴും ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റും ആയിരിക്കും കാന്താരി മുളക് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാവുന്ന കേട്ടോ. നമ്മളിപ്പോൾ അരച്ചെടുത്ത മിക്സാണിത്. ഞാനതൊരു ബൗളിലാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് സാധനങ്ങളൂടെ ചേർക്കാനുണ്ട്. ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ 2 ടീസ്പൂൺ എന്നുള്ളത് കാന്താരി ചേർത്തുകൊണ്ടാണ് 2 ടീസ്പൂൺ. കാന്താരി ചേർക്കാത്തവരാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി കൊടുക്കാം. ഇനി കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ ഇത് മതിയാവും കേട്ടോ. പക്ഷെ കുറച്ച് മുളക് പൊടി മുന്നിൽ നിൽക്കുന്നതാണ് നല്ല ടേസ്റ്റ് വരിക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. ഏതാണ്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഉലുവ വറുത്ത് പൊടിച്ചൊരു പൊടിയാണ്. ഉലുവ വറുത്ത് പൊടിച്ച പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇടുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തരിക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണുള്ള നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിടണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതാദ്യം നമ്മളൊരു പേസ്റ്റ് ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ പോണത്. അപ്പം നന്നായിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതുപോലെ നമ്മൾ മിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയേക്കണം കേട്ടോ. എന്നിട്ട് വേണം മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ മിക്സിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എന്ത് മീൻ വറുക്കുമ്പോഴും ഇറച്ചി വറുക്കുമ്പോഴെല്ലാം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തിരുമ്മി വെക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം. അപ്പോൾ നമുക്കിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കുറച്ച് നേരം മാറ്റി വെക്കണം. അതിനുശേഷം നമുക്കത് വറുത്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ മസാലയൊക്കെ പുരട്ടിയിരിക്കുന്ന മീൻ ഒരു 1/2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെക്കാം. ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുമ്പോൾ മൂടി എടുത്ത് വെക്കണം. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് ആ മസാലയൊക്കെ മീനിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമുക്കിനി ഒരു 1/2 മണിക്കൂർ നേരം വെക്കാം കേട്ടോ. ഇതിപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ട് 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വറുത്തെടുക്കാം മീന്. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഓയിൽ എത്താൻ നിങ്ങൾ ഉപയോഗിക്കുന്ന അതിനനുസരിച്ച് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ മീൻ വറുക്കുന്നത് മാതിരി തന്നെ നമുക്ക് മീൻ വറുത്തെടുക്കാവുന്നതാണ്. നമുക്കിനി മീൻ വറച്ചിടാം. അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് വേണം എപ്പോഴും മീൻ വറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കറക്റ്റ് മൊരിച്ചിലൊക്കെ കിട്ടുള്ളൂ. ഒരു സൈഡ് ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മറിച്ചിടാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കൂടെ കീറിയത് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മുളകിൻ്റെ ആ മിക്സിയിലൊക്കെ കിടന്ന് ആ മുളക് ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ മുളക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് മുളകും കൂടെ വെച്ച് കൊടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ നമ്മുടെ കിഡിലനായിട്ടുള്ള മീൻ വറുത്ത് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? കിഡിലൻ ടേസ്റ്റും കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ മീൻ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു മിക്സ് എന്ന് പറയുന്നത് കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വേഗം പോയി ട്രൈ ചെയ്യുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക, മറക്കാതെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.